ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇന്നൊരു വീഡിയോ ഇട്ട് വന്നേക്കണേ. തിരക്കല്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഓഫ് ഡേയിൽ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. സാധാരണ ഒരു ദിവസം പോകുന്ന പോലെ തന്നെ പോകും. അപ്പം രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് മോശമില്ലാത്തൊരു അന്തരീക്ഷമൊക്കെയാണ്, മഴയൊന്നുമില്ല. കുറച്ചധികം ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും, മുറ്റം അടിക്കുക, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഹോം ടൂറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക് കേൾക്കാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ചീവീട് കരയണ സൗണ്ട് കേൾക്കാമായിരിക്കും കേട്ടോ. അത് ഞാൻ പുറത്ത് വന്നിരുന്ന വീഡിയോ എടുക്കണേ. അകത്ത് വെട്ടക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. അപ്പം കൊച്ചു കാഴ്ചകൾ, കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒത്തിരി വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും കണ്ടിരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഹോം ടൂറാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. രാവിലെ എഴുന്നേറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മഴയൊന്നും ഇല്ലാതെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് കിടക്കുവാണെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് തീർത്ത് വയ്ക്കുവാണെങ്കിൽ സ്വസ്ഥമായിട്ട് വല്ലയിടത്തും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ആ പരിപാടികളൊക്കെ ഒന്ന് തീർത്ത് വെച്ചത്. അപ്പം ഇതാണ് നമ്മുടെ കാറ്. ഇത് കാർ പോർച്ചല്ല കേട്ടോ, നമ്മുടെ കാർ പോർച്ച് അപ്പുറയാണ്. ഇതിപ്പം അത്യാവശ്യമായിട്ട് വെറുതെ കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹോം ടൂറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയൊരു വീടാണ്, അത്യാവശ്യം കാലപ്പഴക്കം ചെന്നൊരു വീടാണ് കേട്ടോ. ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പം വാർക്ക വീടാണ്, നല്ല വീടാണ്. അപ്പം നമുക്ക് ഹോം ടൂർ കാണാവേ. അപ്പം ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ. രണ്ട് സ്വിച്ചൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഒരു പുറം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വിൻഡോ, അകത്തെ ബെഡ്റൂമിൻ്റെ വിൻഡോ ആട്ടോ. അത് നമ്മൾ ആദ്യമേ കയറി ചെല്ലുമ്പോൾ കാണുന്നത് തിരുക്കുടുംബത്തിൻ്റെ ഒരു രൂപമാണ്. നമ്മളവിടെ വെച്ചേക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ ഒരു രൂപമാട്ടോ. അത് കഴിഞ്ഞ് ഇത് നമുക്ക് പിന്നെ കാണിക്കാം, ലാസ്റ്റ് കാണിക്കാവേ. ഇതൊരു റൂമാണ്. ഇവിടെ അത്യാവശ്യം നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യണം. കാരണം ഈ സെറ്റ്, ഇത് കാണുന്നൊരു സെറ്റ് കേട്ടോ. ഈ സെറ്റ് എടുത്ത് നമുക്ക് പുറത്തേക്ക് ഇടണം. എന്നിട്ട് വേണം ഒന്നും കൂടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ അതിനകത്തില്ല കേട്ടോ. ഇത് നമ്മുടെ സിറ്റ് ഔട്ട്. അത് പുറമേ നിന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. അകത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ഞങ്ങൾ നമ്മുടെ താക്കോല് കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ എക്സ്ട്രാ വന്നതുകൊണ്ട് ഇട്ടതാണ്. ഇതൊരു ഹോം എന്ന് എഴുതിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അവിടെ ഞാനൊരു കുഞ്ഞു രൂപം വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ ഈശോയുടെ. അതവിടെ വെച്ചേക്കുന്നൊരു ഭംഗിക്ക് വെച്ചേക്കുന്നതല്ല, അതൊരു നല്ല ഇതിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റിയാണ്. ഇവിടെ സെറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ കുഞ്ഞൊരു ഡെക്കറേഷനാണ് കേട്ടോ. ലവ് എന്ന് എഴുതിയേക്കുന്ന ഒരു സംഭവം നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അത്യാവശ്യം കുറച്ച് നാളായിട്ട് നമ്മൾ ഒരു 4-5 മാസമായി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ രൂപക്കൂടി ഇത് നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോസിൽ, ഷോർട്സിലാണെങ്കിലും ലോങ് വീഡിയോസിലാണെങ്കിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ജനലാട്ടോ. ഇനി മെയിനായിട്ടുള്ളൊരു താവളം നമ്മുടെ കിച്ചണാണ്. വലിയ എക്സ്പെക്റ്റേഷൻസൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയൊരു കിച്ചണാണ്. അത്യാവശ്യം 2 പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിച്ചൺ കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജാണ്.
ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് അടുക്കി ഒതുക്കി പറ്റുന്നത് പോലെയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്ന കേട്ടോ ഇത്. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ, സമയം കിട്ടാറില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് നമ്മുടെ ബെഡ്റൂമാണ് മെയിനായിട്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമേ ഫ്രണ്ട് ക്യാമിൽ വെച്ച് നോക്കി, അപ്പോൾ അതൊരു റെഡി ആയിട്ട് തോന്നിയില്ല, ശരിക്കും സെറ്റായില്ല. അപ്പോൾ ഞാനെന്നാൽ പിന്നെ ബാക്ക് ക്യാമറയിൽ കാണിക്കുവാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാട്ടോ ഞാനങ്ങനെ ചെയ്തത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ വിൻഡോ, നമ്മൾ ആ കയറി വരുന്ന സ്ഥലത്ത് കണ്ട വിൻഡോ ആണത്. അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്, ഒരു ഗ്രീൻ കളറിൽ. പിന്നെ ഇവിടെ ഒരു ഫാന്. ഇത് നമ്മുടെ ഒരു ടേബിളാണ്. അവിടെ എൻ്റെ ഒരു ലാപ്പ് ഇരിപ്പുണ്ട്, അയൺ ബോക്സ് ഇരിപ്പുണ്ട്, ഒരു കുപ്പി വെറുതെ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതാണ്. കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ലാപ്പിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇരിക്കുന്നത്. പിന്നെ ഒരു AC റിമോട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സൈഡ് വ്യൂ ആണ്. ഈ ഭാഗവും ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാ വീണ്ടും ഞാൻ ഇവിടെ ഒരു മിറർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഈ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല മിററാണ്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, വലിയ കാര്യമായിട്ട് നമ്മൾ കാണിക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ബെഡ്റൂം, ബെഡ്, കട്ടിൽ എന്നൊക്കെ പറയാം. അവിടെ ഒരു മിററുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര കേട്ടോ. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് ചാക്കിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ഇതാണ് ഞാൻ ആദ്യം പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ ഭാഗം. ഇതും ഞാൻ എൻ്റെ വീഡിയോസിൽ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചത് കേട്ടോ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇതൊരു ബാത്റൂമാണ്. ഇതിനകത്ത് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ആയിട്ടോ വിരിച്ചിടുന്നത്. ഈ ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. കുഞ്ഞൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടെയും കുഞ്ഞൊരു മിറർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റിനും മിററും ജനലും ഒക്കെ ആയിട്ടുള്ളൊരു വീടാട്ടോ ഇത്. പ്രത്യേകതരം വീടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒത്തിരി ഇഷ്ടമാട്ടോ, എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഭാഗം നമ്മൾ ആ പുറത്തുനിന്ന് കയറി വരുമ്പം ഉള്ളൊരു ഭാഗമാട്ടോ ഇത്. ബാക്ക് സൈഡാണിത്. ഇവിടെ ഫുള്ള് മരങ്ങളും റബ്ബർ, തേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പം വലിയ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസമാണ്. അപ്പം ഈ വീഡിയോയുടെ കൂടെ ഞാനിന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ വീട്ടിൽ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ, നമ്മുടെ അൽഫാം ഗ്രില്ല് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ചെറിയ കുഞ്ഞൊരു ക്ലിപ്സും കൂടെ ഞാനത് ആഡ് ചെയ്യാവേ. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ചെറിയ ഹോം ടൂർ അപ്പോൾ പറയാം. ഒരു കൊച്ചു വീടിൻ്റെ കൊച്ചു ഹോം ടൂറാണെന്ന് നിങ്ങൾ കണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തണം. എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ആയിട്ട് വരത്തുള്ളൂ. അപ്പം എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോയിൽ എന്നാ വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇത് നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ. ചാച്ചാ.